ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂകാംബിക അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞിയുടെ അരങ്ങേറ്റ ദിവസമാണ്. മൂകാംബികയിൽ വെച്ചിട്ടാണ് അരങ്ങേറ്റം നടത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കയറുന്നതിന് മുമ്പ് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു. എനിക്ക് പൂവൊക്കെ വെച്ചതിന് ശേഷം അമ്പലത്തിലേക്ക് കയറണം എന്നായിരുന്നു. കുറച്ച് പേർക്ക് ഡൗട്ടുണ്ട് കേട്ടോ, കുഞ്ഞി ആരാണെന്ന്. കുഞ്ഞിലക്ഷ്മി എൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ തമ്മിൽ 15 വയസ്സത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 3:30-ക്കൊക്കെയാണ് അരങ്ങേറ്റം തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ തൊഴാൻ വന്നേക്കുവാണ്. അപ്പോൾ ഈ അമ്പലത്തിന് ചുറ്റും ഇതാണ് മൂകാംബിക അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇതിന് ചുറ്റും ഒരുപാട് കാളകളും പശുക്കളും ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ ഈ നാട്ടിലുള്ളവർ ദൈവതുല്യമായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാ കാളകളെയും പശുക്കളെയൊക്കെ നോക്കി പ്രാർത്ഥിക്കുകയും തൊട്ട് നിറയിലൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയും കുഞ്ഞിയൊക്കെ അമ്പലത്തിൽ തൊഴുതിറങ്ങി. അപ്പോൾ ഞങ്ങളെ വന്ന് കണ്ടു. കുഞ്ഞ് ഭയങ്കര ധൃതിയായിട്ട് നിൽക്കുക. അവൾക്ക് ഡ്രസ്സും മേക്കപ്പൊക്കെ ചെയ്യാൻ പോകണമെന്നും പറഞ്ഞ് അമ്മ ഞങ്ങൾക്ക് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് ഓരോ കടയിലൊക്കെ കയറി. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അവിടുന്ന്. എനിക്കെന്തോ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല, അപ്പോൾ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ സച്ചിയും കിച്ചുമൊക്കെ ഒരുപാട് കൈച്ചെയിനും മാലയും അങ്ങനെയൊക്കെ ചറപറാന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ബന്ധുക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആളുടെ ഓഫീസിൽ ആളിരിക്കുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു മൂകാംബികമ്മയുടെ പ്രതിമയൊക്കെയാണ് ആൾ നോക്കുന്നത്. ഞാനാണെങ്കിൽ പൂവൊക്കെ വാങ്ങിച്ചു, പക്ഷെ അത് കുത്താൻ എൻ്റെ കയ്യിൽ സ്ലൈഡ് ഉണ്ടായില്ല. അപ്പോൾ അത് അന്വേഷിച്ച് അതൊരു ചേട്ടൻ്റെ അടുത്തുനിന്ന് 2 വാങ്ങിച്ച് ഞാൻ കുത്തി. പിന്നെ ഇവിടെ ഈ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ കുട്ടി കുട്ടി അമ്പലങ്ങളാണ് കേട്ടോ. ഇങ്ങനെ ഫുൾ ഇതുപോലെ അമ്പലങ്ങളാണ്. സോ ഞാൻ അതൊക്കെ ചെയ്തെല്ലാം സെറ്റായി നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇന്നത്തെ ദിവസം നമ്മൾ മൊത്തം അമ്പലത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ സച്ചുദാ മുണ്ടൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ അമ്പലത്തിൽ വന്നതിന് ശേഷം പോയി വാങ്ങിച്ചതാണ് കേട്ടോ ആൾ. ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. മൃദുൽ ചേട്ടൻ, കേശു, മല്ലി, കുട്ടിമാള, അശ്വതിയൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കുഞ്ഞിൻ്റെ ഡാൻസ് ടീം, കനകസഭയുടെ ടീമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ശീവേലി നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഇച്ചിരി നേരം നിൽക്കേണ്ടി വന്നു, നട അടച്ചത് കൊണ്ട്. അപ്പോൾ നല്ലൊരു സമയത്താണ് നമ്മൾ ചെന്നൈ. ശീവേലി കാണാൻ പറ്റി, നമുക്ക് തൊഴാൻ പറ്റി. നമ്മൾ അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് പോകുന്തോറും സൈഡിൽ ചുമരിൽ ദേവിയുടെ പല രൂപങ്ങളും ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അമ്പലത്തിൻ്റെ സ്റ്റോറി അറിയോ? മൂകാംബിക അമ്പലത്തിൻ്റെ എനിക്കറിയാവുന്ന സ്റ്റോറി ഞാൻ പറയാം. വളരെ പണ്ട് ഒരു ക്രൂരനായ അസുരൻ ഉണ്ടായിരുന്നു. കംഹാസുരൻ എന്തോ ആയിരുന്നു പേര്. അപ്പോൾ ഈ അസുരൻ ഭയങ്കരമായിട്ട് ദേവലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു. ദേവന്മാർക്കൊന്നും ഈ അസുരനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഈ അസുരനെ പേടിച്ച് ദേവന്മാരും സപ്തമഹർഷികളൊക്കെ കൂടി കുടജാദ്രിയിലാണത്രേ ഒളിച്ചിരുന്നത്. അങ്ങനെ അതേസമയം ഇവിടെ ഈ അസുരൻ നമ്മുടെ ശിവനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദേവന്മാർക്ക് ഒന്നുകൂടെ പേടിയായി. കാരണം ശിവൻ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസുരൻ ദേവലോകം മൊത്തത്തിൽ നശിപ്പിക്കും. അങ്ങനെ പേടിച്ച മഹർഷികളും ദേവന്മാരും കൂടെ കുടജാദ്രിയിൽ ഇരുന്നൊരു യജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ നമ്മുടെ പാർവതീദേവി പ്രത്യക്ഷപ്പെടുകയും പ്രത്യക്ഷപ്പെട്ട പാർവതീദേവി ആദിപരാശക്തിയായിട്ട് മാറി ഈ അസുരൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഈ അസുരൻ വരം ചോദിക്കാൻ പോകുന്ന സമയത്ത് ദേവി ഈ അസുരൻ്റെ വായയിൽ കയറി ഈ അസുരനെ മൂകനാക്കി കളഞ്ഞു എന്നാണ് പറയണേ. മൂകനായിപ്പോയ അസുരന് വരം ചോദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ അസുരൻ മൂകാസുരൻ എന്നും അറിയപ്പെട്ടു. നമ്മുടെ ദേവി മൂകാംബിക എന്നും അറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ശ്രീ ശങ്കരാചാര്യർ ഇവിടെ ദേവിയുടെ ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കി കുടജാദ്രിയിൽ വന്ന് തപസ്സിരുന്നു. അതാണ് സർവജ്ഞാപീഠം. സർവജ്ഞാപീഠത്തിലാണ് വന്ന് തപസ്സിരുന്നത്. അവിടെ അങ്ങനെ തപസ് ചെയ്ത് ദേവി പ്രത്യക്ഷപ്പെട്ട് ദേവിയുടെ അടുത്ത് ശങ്കരാചാര്യർ പറഞ്ഞു, ഞങ്ങളുടെ കേരളത്തിൽ വന്ന് പ്രതിഷ്ഠ ഞാൻ നടത്താം, ദേവി ഞങ്ങളുടെ കേരളത്തിലേക്ക് വരണം, അവിടെ ഇങ്ങനെ അമ്പലങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ശരി പറഞ്ഞ ദേവി ഒരു നിബന്ധന വെച്ചു. ശങ്കരാചാര്യർ മുമ്പിൽ നടക്കണം, ഞാൻ പിന്നാലെ വരാം, ഒരിക്കലും പോകുന്ന വഴി തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്ത് തന്നെ ഉണ്ടായാലും തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം ശരിവെച്ച് ശങ്കരാചാര്യർ നടക്കുക. അപ്പോൾ ദേവിയുടെ ചെലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ചെലങ്കയുടെ ശബ്ദം നിന്നു. ശങ്കരാചാര്യർക്ക് സംശയമായി ദേവി പിന്നിലില്ലേന്ന്. ആൾ തിരിഞ്ഞു നോക്കി.
അപ്പോൾ ദേവി പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ ദേവി പറഞ്ഞു ഇനി ഞാൻ വരില്ല. ഇവിടെ സ്ഥാനം ഉറപ്പിച്ചു ദേവി. അവിടെ എപ്പോഴാണോ തിരിഞ്ഞു നോക്കിയേ അതാണ് ഇന്നത്തെ കൊല്ലൂർ മൂകാംബിക. അവിടെ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതാണ് ദേവീനെ. ഇപ്പോൾ അവിടെയുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സ്റ്റോറി. നിങ്ങൾക്ക് അറിയുന്ന കഥകൾ വേറെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് പുറത്തിറങ്ങി. ഇനി നമുക്ക് വീണ്ടും റൂമിലേക്ക് തിരിച്ച് പോവാം കേട്ടോ. അമ്മ പ്രത്യേകിച്ച് തൊടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മോട് ഞാൻ തൊട്ടിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ തൊഴുതിറങ്ങിക്കഴിഞ്ഞപ്പോൾ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി. കേരള ഫുഡാണ് അവിടെ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളതും കേരള ഫുഡ് തന്നെയാണ്. കാരണം കൂടുതലും ഇവിടെ മലയാളീസാണ് വരുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും മലയാളം നന്നായിട്ട് അറിയാം. വേറൊരു സ്റ്റേറ്റിലേക്കാണ് വന്നതെന്ന് പോലും നമുക്ക് ഇവിടെ വന്നാൽ തോന്നില്ല. കേരളത്തിലുള്ള പോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് മീൽസാണ് ഓർഡർ ചെയ്തത്. ഇതെവിടെ നിന്ന് കഴിയുമ്പോൾ എത്ര പേർക്ക് സാധനങ്ങൾ? 4 ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതിട്ട് കഴിഞ്ഞാൽ ഇലുമിനാറ്റി നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന അവരണ. ഇത് ഞാൻ ഫ്യൂച്ചറിൽ സക്സസ് കേട്ടോ. ഇത് വിളായി. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 4 കളറുണ്ടോ, 4 യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. നീ കണ്ണാപ്പി ആയോണ്ട് ഇട്ടതല്ലേ? അല്ല, ഞാനല്ല കണ്ണാപ്പി. നല്ലൊരു മീൽസ് ആയിരുന്നു കേട്ടോ. പക്ഷെ റൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. ഒരാൾക്ക് കഴിക്കുന്നതിനേലും വളരെ കുറവാണ് അവർ ക്വാണ്ടിറ്റി വെച്ചേക്കുന്നത്. പക്ഷേ ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു എല്ലാ കറികളും. പിന്നെ അമ്പലത്തിലൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് സൗപർണിക നദിയാണെന്നും വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി കൈയും കാലൊക്കെ കഴുകിയതാണ്. പക്ഷെ ഇത് അതല്ലാന്ന് തോന്നുന്നു. ഞാൻ ആരോടും ചോദിച്ചില്ലായിരുന്നു ആ നദി എവിടെയാണെന്ന്. എനിവേയ്സ് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. അതാണ് റൂം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു 3:20 നമുക്ക് വീണ്ടും അമ്പലത്തിലേക്ക് വരണം. കുഞ്ഞിയുടെ അരങ്ങേറ്റം അപ്പോഴാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പോയി റൂമിലൊക്കെ പോയി റെസ്റ്റ് എടുത്തിട്ട് ഒരു 3:30 ആയപ്പോൾ വന്നു. റൂമിലെത്തിയപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നിലധികം ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു. മങ്കി പോക്സ് വരരുത് കേട്ടോ. കുഞ്ഞിനെ കണ്ടേ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി മേക്കപ്പ് ആയിട്ടുണ്ട്. അടിപൊളി. ചിരിക്കടോ ഒന്ന്. നോട്ടെ ഇതാരാ? ലക്ഷ്മി പാർവതി. ഇവിടെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞി. അടിപൊളി മേക്കപ്പ്. ഞാൻ കുട്ടിയുടെ ഒരു ഫാനാണ്. ഈ കുട്ടിയുടെ ഏതൊക്കെയാ? വർണ്ണ. ഡ്രസ്സ് നല്ല നീറ്റായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. തേച്ച അമ്മ അത് നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ലച്ചു ഒന്നിങ്ങ് വാടി. അങ്ങനെ അരങ്ങേറ്റത്തിനുള്ള 3 കുട്ടികളും റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും അവരുടെ ഒരു ഐറ്റം ഇവിടെ കളിക്കുന്നതാണ്. അപ്പോൾ ഇവർ 3 പേരാണ് അരങ്ങേറ്റത്തിനുള്ളവർ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. മേക്കപ്പൊക്കെ ചെയ്തേക്കുന്നത് കാണാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇവരെ കണ്ട് വന്നു ഫോട്ടോ എടുക്കാനും ഇവരുടെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്നു. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ ഉള്ള ഒരു ഇതായിരുന്നു. അവർക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം കൊണ്ട് അവർ വന്ന് എടുക്കുന്നതാണ് എല്ലാവരും. കുറേ പേര് വന്നു കേട്ടോ. ഈ ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ വേറെ ആൾക്കാരാണ്, നമ്മുടെ കൂടെ വന്നവരല്ല.
അങ്ങനെ സമയം ആവാറായപ്പോൾ നമ്മൾ വേഗം ഉള്ളിൽ കയറി. ഈ കാണുന്നതാണ് സരസ്വതി മണ്ഡപം. ഇവിടെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള അരങ്ങേറ്റങ്ങളും ബാക്കി എല്ലാ കലയുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതൊക്കെ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു, സരസ്വതി മണ്ഡപത്തിൽ വെച്ച്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാഷിന്, ഇതാണ് ഇവരുടെ ഗുരു കേട്ടോ, മാഷിന് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ച് ചെലങ്ക കെട്ടിക്കൊടുക്കുന്ന ചടങ്ങാണിത്. അരങ്ങേറ്റത്തിനുള്ള 3 കുട്ടികളെയും പിന്നെ അതുപോലെ തന്നെ ബാക്കി ഇവിടെ വെച്ച് ഐറ്റം കളിക്കുന്ന എല്ലാവരും അങ്ങനെ ചെയ്യും. അപ്പോൾ കുഞ്ഞി ആദ്യം ചെലങ്കയൊക്കെ കെട്ടി ഇവിടെ വെച്ച് ഇങ്ങനെ അരങ്ങേറ്റം ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. കാരണം ഏറ്റവും അധികം അതിന് വേണ്ടി കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തേക്കുന്നത് അമ്മ തന്നെയാണ്. അമ്മയാണ് എല്ലാ കാര്യത്തിനും കുഞ്ഞിൻ്റെ പിന്നാലെ നടക്കുന്ന, മീൻസ് അമ്മയുടെ ഒരു ഏജിൽ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് തുടങ്ങേണ്ട ടൈമാണ്. പക്ഷേ ഇപ്പോഴും അമ്മ എല്ലാ കാര്യത്തിനും കുഞ്ഞിയുടെ കൂടെ പിന്നാലെ നടന്ന് ഓടി എല്ലാ കാര്യവും ചെയ്യുന്നതിന് അമ്മ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ തക്കു ചേച്ചിയാണ് ഇങ്ങനെ ഒരു ഡാൻസ് ക്ലാസ്സസ് ഇവിടെ ഞങ്ങളുടെ നാട്ടിലിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇങ്ങനെ മൂകാംബികയിൽ വെച്ച് അരങ്ങേറ്റം നടത്താം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതാ തക്കു ചേച്ചിയാണ്. അപ്പോൾ തക്കു ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ അരങ്ങേറ്റത്തിന് മുമ്പ് നമ്മൾ മൃദംഗം വായിക്കുന്നവരും അവരുടെ ഡാൻസിൻ്റെ പാട്ടിന് വയലിൻ വായിക്കുന്നവർക്കൊക്കെ ദക്ഷിണ കൊടുക്കണം. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇവിടെ കണ്ടില്ലേ കുരുമുളക് ഉണക്കാൻ വെച്ചേക്കുന്ന കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ശ്രീശങ്കരാചാര്യർ അസുഖം ബാധിച്ച് കിടന്നിരുന്ന സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ട് ഒരു കഷായം ഉണ്ടാക്കി കൊടുത്തിരുന്നത്രേ. ആ ഒരു ഇതിൻ്റെ പേരിൽ ഇവിടെ ഇപ്പോഴും കഷായം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുരുമുളക് ഉണക്കാനിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ ചോദിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ കുഞ്ഞിയുടെ അരങ്ങേറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞിയുടെ ഒരു ഐറ്റം കഴിഞ്ഞു. മൊത്തം 3 ഐറ്റമാണ് കളിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ ആൾ വന്നു. ഇനി ബാക്കി നമ്മുടെ വേറെ കുട്ടികളുടെ ഡാൻസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ അതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. ഇത് അശ്വതി, ഈ കുട്ടി ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ഡാൻസർ കം ടീച്ചറാണ്, പ്ലസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, എല്ലാം ആണ്. അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തറ RLV കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പരിപാടികളൊക്കെ അല്ല സോറി നമ്മുടെ തൃപ്പൂണിത്തറ ഏരിയയിലുള്ളവർക്കും ഡാൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ചെറിയ കുട്ടികൾക്ക് നാടോടി നൃത്തം, സംഘനൃത്തം, ഗ്രൂപ്പ് ഡാൻസ് എല്ലാം അവിടെ പഠിപ്പിച്ചെടുത്തായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തി. ഞാൻ എന്റെ വീഡിയോ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജഗദീഷിന്റെ ചായ ഉണ്ടെങ്കിൽ പറയാം. കമന്റ് ചെയ്യാം. സ്ത്രീധനം ജഗദീഷ് അടിപൊളിയാ. മസാല ദോശ കഴിക്കാൻ പോയി. രണ്ടെണ്ണം കൂടി
നിക്ക് ഇങ്ങ് വന്നേ. ഓടിപ്പോ അവളുടെ സൂപ്പറായിട്ട് കഴിച്ചു. പക്ഷെ എനിക്ക് പറഞ്ഞത് കുഞ്ഞുലക്ഷ്മി അല്ലെന്നാ, വേറെ ആളെ പോലെ. അങ്ങനെ ഇതാണ് മൂന്നാമത്തെ ഐറ്റം. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിയുടെ അരങ്ങേറ്റം കഴിഞ്ഞു. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിക്ക് ഒരു മൊമെൻ്റ് ഒക്കെ കിട്ടി. അരങ്ങേറ്റം കഴിഞ്ഞ് എല്ലാവർക്കും ഓരോ മൊമെൻ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇവിടെ. എന്താ ഇവിടുന്ന് മേടിച്ച എത്ര രൂപയായിരുന്നു? നമ്മൾ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇവരൊക്കെ നാളെ കുടജാദ്രിയിൽ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്ര ഇന്നത്തെ നമ്മുടെ ഈ അരങ്ങേറ്റം വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. താങ്ക് യു ഗൈസ്. ഫൈൻഡപ്പ് പറഞ്ഞോ എല്ലാവരും? ബാക്കിൽ 2 പോസ്റ്റേഴ്സ്. മകനേ എന്നിട്ട് പറയടി കുഞ്ഞുലക്ഷ്മിയുടെ അരങ്ങേറ്റം കഴിഞ്ഞാ പറഞ്ഞ. അങ്ങനെ കുഞ്ഞുലക്ഷ്മിയുടെ അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുകയാണ്. സൂപ്പറായിട്ട് കളിച്ചു. ഇതൊക്കെ ഇത് വരുമ്പോ പറഞ്ഞേ. ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി അരങ്ങേറ്റം കഴിഞ്ഞു. കുഞ്ഞുലക്ഷ്മി എവിടെ? ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ? കുഞ്ഞുലക്ഷ്മിക്ക് ഒരു ഡാൻസർ ആവണം അല്ലേ? അല്ലേ, ഡാൻസർ ആവണ്ടേ? എനിക്ക് ആരാവാൻ ആഗ്രഹം? അത് ഞാൻ സീക്രട്ട് ആണോ? ഇതാണ് അച്ഛന് വേണ്ടിയിരുന്ന മാല. ഇത് വാങ്ങിച്ചണ്ട അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് എന്തെങ്കിലും അത് മതി, അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. ഇനിയും വേണം, തനിക്കല്ലേ കട അറിയുള്ളൂ. അങ്ങനെ കുഞ്ഞിക്ക് ഇവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നേക്കുവാണ് ഓരോ കടയിൽ. ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ബാഗുമ്മ തൂക്കാൻ പറ്റുന്ന ചെയിൻസ്, പിന്നെ ക്ലിപ്പ്, അങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചായിരുന്നു. മാല, അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് തിരിക്കും കേട്ടോ, വീട്ടിലേക്ക് പോരും. ഇവർ കുഞ്ഞും അമ്മയൊക്കെ നാളെ കൂടി കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അവരിവിടെ ഇന്ന് സ്റ്റേ ആണ്. അപ്പോൾ ഞങ്ങളിന്ന് പോവാണ്. എന്നെ ഒന്ന് മൈൻഡ് ചെയ്യോ പ്ലീസ് വീഡിയോയിൽ? ഞാൻ പോവാണ്. പോയി മേക്കപ്പ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്നതാണ് കുഞ്ഞിനെ ഇത്രയും സുന്ദരിയാക്കിയ മേക്കപ്പ് ചേട്ടൻ. എന്നെയൊക്കെ ചെറുപ്പത്തിലെ മേക്കപ്പ് ചെയ്തേക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇപ്പോൾ ദക്ഷിണയൊക്കെ കൊടുത്തു. പിന്നെ ഇതാണ് കുഞ്ഞിയുടെ ഡാൻസ് മാഷ് ശിവനാരായണൻ. മാഷിന് എന്താണ് ഈ അരങ്ങേറ്റത്തിൻ്റെ അന്ന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. കേൾക്കാം പറഞ്ഞു. എൻ്റെ ശിഷ്യരായിട്ടുള്ള ലക്ഷ്മി, അതുപോലെ ലക്ഷ്മി പാർവതി, 3 പേരുടെ അരങ്ങേറ്റം ഈ പുണ്യ സങ്കേതത്തിൽ വെച്ച് ചെയ്യാൻ സാധിച്ചത് ഒരു ജന്മാന്തര പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അവർക്കും ദീർഘകാലം കലയോട് ചേർന്നിട്ടുള്ള ഒരു ജീവിതം കിട്ടട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ടാറ്റ.
ഞാൻ പോവാട്ടോ. ബൈ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. 6:20 നമുക്ക് ലാസ്റ്റ് ബസ് മൂകാംബിക എന്നുള്ളത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് കുണ്ടാപുര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് പോകേണ്ടത്. അപ്പോൾ അവിടേക്ക് നമുക്ക് ബസ് കിട്ടി. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ ഒരു നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ഞാൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. ഞാനും കിച്ചും നൂഡിൽസ് തന്നെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് നല്ലതായിരിക്കുമോ എന്ന്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സച്ചിയും ബന്ധുക്കാരനും ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോട്ടലായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഒരു പാനിപ്പൂരി കഴിച്ചിട്ടു അടുത്തൊരു കടയിൽ നിന്ന്. അതും അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. ബൈ ബൈ കർണാടക. അങ്ങനെ നമ്മ എറണാകുളത്തെത്തി, തിരിച്ചെത്തി. വേഗം പറമ്പിൽ പോയി ഇരിക്കണം വെറുതെ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ട്രിപ്പ് കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ കർണാടകയില്? വായു. വായു. കുടജാത്രി. അമ്പലം ഇഷ്ടമായില്ലേ? പുറത്തേക്ക് ചാടാൻ പോണ ട്രെയിനിൽ നീ അടിക്കാൻ പോണ. എന്ത് വർത്താനാ അത് പറയണേ? അങ്ങനെ നമ്മൾ എറണാകുളത്തെത്തി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത്. കുഞ്ഞിയുടെ അരങ്ങേറ്റം അങ്ങനെ അവിടെ വെച്ച് നടക്കുന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മുടെ അമ്പലത്തിൽ വെച്ച്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലായിരുന്നു അരങ്ങേറ്റം നടത്തേണ്ടിയിരുന്നത്. എന്തോ കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോയി. അന്നത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇന്ന് ഇത്രയും വലിയൊരു അമ്പലത്തിൽ വെച്ച് നടത്താൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അതിന് വേണ്ടിയിട്ടായിരിക്കും മേ ബി അന്ന് അത് മുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾക്കും അവിടെ പോകാൻ പറ്റി. അല്ലെങ്കിൽ ഒരിക്കലും അമ്പലമൊന്നും കാണത്തേയില്ല. എനിവേയ്സ്, കുഞ്ഞിക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി എത്താൻ പറ്റട്ടെ. ഞാൻ അവിടെ പോയതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇതിന് അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.